മണലൂരിൽ ടി.എൻ. പ്രതാപനെ കാലുവാരി തോൽപ്പിച്ചുവെന്ന ആരോപണം. ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയ ചതിക്കുഴിയിൽ പ്രതാപൻ വീണുവെന്ന് നിരീക്ഷണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ കാലുവാരിയ ടി.എൻ. പ്രതാപന് നേരെ മധുര പ്രതികാരമെന്ന് വിശകലനം. പ്രതാപന്റെ മന്ത്രിമോഹ പ്രതീക്ഷകൾക്ക് വൻ തിരിച്ചടി. ഇടതുകോട്ടകളെ തകർത്ത് UDF നടത്തിയ പടയോട്ടങ്ങൾക്കിടയിലും കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപൻ കാലിടറി വീണത് വിവാദമാകുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയസാധ്യതയുണ്ടായിരുന്ന തൃശൂരിലെ മണലൂരിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കാലുവാരി പ്രതാപനെ തോൽപ്പിക്കുകയായിരുന്നുവെന്ന ആരോപണമാണ് UDFനുള്ളിൽ ശക്തമായി ഉയരുന്നത്. മണലൂരിൽ ജയിച്ചു കഴിഞ്ഞാൽ മുതിർന്ന നേതാവും മുൻ MP-യുമായ ടി.എൻ. പ്രതാപൻ മന്ത്രിയാകുമെന്ന് ഉറപ്പായിരുന്നു. ആ നീക്കമാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ആസൂത്രിതമായി തകർത്തത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ കാലുവാരി തോൽപ്പിച്ചതിന് പിന്നിൽ ടി.എൻ. പ്രതാപനാണെന്ന ആരോപണം ശക്തമായി ഉയർന്നിരുന്നു. തന്റെ തോൽവിക്ക് പിന്നിൽ ഒപ്പമുണ്ടായിരുന്ന ചില നേതാക്കൾ പാലം വലിച്ചതാണെന്ന് മുരളീധരൻ തുറന്നടിച്ചിരുന്നു. തൃശൂരിൽ മുരളീധരനെ തോൽപ്പിച്ചതിൽ ഒരു വിഭാഗം പ്രവർത്തകർ ആസൂത്രിതമായി കണക്കു തീർത്തതാണെന്ന വിവാദം ശക്തമായി ഉയർന്നിട്ടുണ്ട്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ലൈംഗികാതിക്രമണ ആരോപണമുയർന്നപ്പോൾ മാങ്കൂട്ടത്തിലിനെ വിമർശിച്ച് രംഗത്ത് വന്ന നേതാവാണ് ടി.എൻ. പ്രതാപൻ. ഷാഫി പറമ്പിലടക്കമുള്ള നേതാക്കൾക്ക് ഇതിൽ കടുത്ത വിദ്വേഷവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും മണലൂരിൽ പ്രതാപനെ കാലുവാരിയെന്നാണ് പ്രതാപനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. തനിക്കെതിരെ ഈ വിധത്തിൽ അടിയൊഴുക്ക് നടക്കുന്നത് പ്രതാപൻ അറിഞ്ഞിരുന്നതേയില്ല. വലിയ വിജയ പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം. 100% വിജയിക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. കനത്ത UDF തരംഗം എന്ന വിവരം പുറത്തു വന്നപ്പോൾ ആ ഓളത്തിൽ പ്രതാപനും ജയിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും കരുതിയിരുന്നത്. എന്നാൽ അതിനെയെല്ലാം അട്ടിമറിച്ച് ഇടതുമുന്നണിയിലെ പ്രൊഫസർ C. രവീന്ദ്രനാഥ് വിജയിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് LDF ഇവിടെ നിന്നും വിജയിച്ചത്. 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം C. രവീന്ദ്രനാഥനിലൂടെ ഇടതുപക്ഷം സ്വന്തമാക്കിയത്. മണലൂർ മണ്ഡലത്തിൽ ഏറെ നിർണായകമായത് അപര സ്ഥാനാർത്ഥികൾ പിടിച്ച വോട്ടാണ്. ടി.എൻ. പ്രതാപന്റെ അപരനായ A. പ്രതാപൻ നേടിയത് 184 വോട്ടുകളാണ്. പതിവിന് വിപരീതമായി ഇക്കുറി പ്രതാപനെതിരെ വിമത സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത് കോൺഗ്രസിലെ ചില നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണെന്ന വികാരവും ഇപ്പോൾ ശക്തമായി ഉയർന്നിട്ടുണ്ട്. രാഷ്ട്രീയ ജീവിതത്തിൽ മത്സരിച്ചതിലെല്ലാം വിജയിച്ച ചരിത്രമാണ് ടി.എൻ. പ്രതാപനുള്ളത്. ആദ്യമായാണ് മണലൂരിൽ അദ്ദേഹത്തിന് ഈ വിധം തിരിച്ചടി അംഗീകരിക്കേണ്ടതായി വന്നത്. ഈ തോൽവിയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ടി.എൻ. പ്രതാപനും കൂട്ടരും. ഇപ്പോൾ സ്വന്തം നേതാവിനെ അണികൾ തന്നെ ആസൂത്രിതമായി കാലുവാരി തോൽപ്പിച്ചതാണെന്ന യാഥാർത്ഥ്യം പുറത്തു വന്നതോടെ വലിയ ഞെട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം. പ്രതാപന്റെ മന്ത്രിസ്ഥാന പ്രതീക്ഷകളെ തകർത്ത ഈ അടിയൊഴുക്കുകൾ തൃശൂരിലെ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ശക്തമായി കത്തിപ്പടരുമെന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്.